സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഒരു അടിപൊളി വെജ് റെസിപ്പിയാണ് ചെയ്യാൻ പോണത്. നമ്മുടെ വഴുതനങ്ങയൊക്കെ സാധാരണ വീട്ടില് മേടിക്കാറുള്ളതാണ്. കുറെ പേർക്ക് വഴുതനങ്ങയൊന്നും ഇഷ്ടമല്ല. ഉപ്പേരി വെച്ചാലോ ഓരം വെച്ചാലോ ഒന്നും ഇഷ്ടം കുറവുള്ള ഒരു സംഭവം വഴുതനങ്ങ. പക്ഷെ വഴുതനങ്ങ നമ്മള് ചില പ്രത്യേക രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാ. അതായത് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല അത് വഴുതനങ്ങയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ബ്രിഞ്ചാൾ ബേസ്ഡ് ഗ്രേവി. ഇത് നമ്മുടെ ബാംഗ്ലൂരൊക്കെ ഉണ്ടല്ലോ, ആംബൂർ ചിക്കൻ ബിരിയാണി, അതുപോലെ വെജ് ബിരിയാണിക്കൊക്കെ സൈഡില് ഒരു ഡിഷ് ഉണ്ടാവും. ആ ഡിഷാണ് ഈ സംഭവം. പ്രത്യേകിച്ച് ബാംഗ്ലൂര് വലിയ ഹോട്ടലുകളിലൊക്കെ ഇത് എപ്പോഴും ഈ ബിരിയാണിയിലൊപ്പം വിളമ്പുന്ന ഒരു കറി തന്നെയാണ്. പക്ഷെ ഞാനിവിടെ വീട്ടില് ചോറിനും ചപ്പാത്തിക്കുമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറ്. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങള് മുഴുവനായി വീഡിയോ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ പേജസ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. ഏത് ടൈപ്പ് വഴുതനങ്ങ വെച്ചിട്ട് നമുക്ക് ഈ റെസിപ്പി ചെയ്യാം കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇങ്ങനെ വയലറ്റ് കളറുള്ള വഴുതനങ്ങയാണ്. പച്ച വഴുതനങ്ങ അതിന് കുഴപ്പമില്ല. ഇതുപോലത്തെ രണ്ടെണ്ണമാണ് ഞാന് ചെറുതായിട്ട് വെച്ചാൽ ഈ ഒരു സൈസില് നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 സവാള അത് റഫായിട്ട് ഞാൻ ചോപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 4 ടൊമാറ്റോ വേണം. ടൊമാറ്റോ ഞാൻ ഒന്ന് റഫായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് മുഴുവനോടെ എടുക്കാം, അല്ലെങ്കിൽ ചതച്ചിട്ട് എടുക്കാം. ഞാൻ ചതച്ചിട്ട് എടുത്തേക്കുന്നത് 1 ടീസ്പൂണും 1 ടീസ്പൂൺ കടുക്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ സോൾട്ട് വേണം നമുക്ക്. പിന്നെ പ്രത്യേകിച്ച് വേണ്ടത് പുളി വേണം. അത് ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പമുള്ള പുളി കുതിർത്തി വെച്ചിട്ട് നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളത്തില് കുതിർത്തി അങ്ങനെ പിഴിഞ്ഞ് വെച്ചേക്കണതാണ് കേട്ടോ ഇത്. പിന്നെ കുറച്ച് വെള്ളം വേണം, ഉപ്പ്, അതുപോലെ ശർക്കര ഞാനൊരു 1/2 അച്ച്. കണക്ക് നോക്കണമെങ്കിൽ ഞാനൊന്ന് ചീവിട്ടേക്കാണ്. കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം വരും. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ, 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അതിലേക്ക് നമ്മൾ ഈ വഴുതനങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളൊരു 2 മിനിറ്റോളം ഈ വഴുതനങ്ങ ഇങ്ങനെ വഴറ്റിയിട്ടാ, അതായത് ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മളപ്പോ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഇത് ഈ നമ്മൾ നേരത്തെ വെച്ച ആ പാത്രത്തിലേക്ക് തന്നെ മാറ്റി വെക്കാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഈ സവാള, നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഈ മിക്സിയുടെ കപ്പിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചു വെക്കണം കേട്ടോ. അപ്പൊ നമ്മൾ സവാള അരച്ചു കൊണ്ടു വെച്ചു. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചത്. അതേപോലെ തന്നെ തക്കാളി സെയിം കപ്പിലിട്ടിട്ട് അരച്ചു വെക്കാം. അപ്പൊ നമ്മൾ ടൊമാറ്റോ ഇതേപോലെ തന്നെ അരച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വീണ്ടും നമുക്ക് നമ്മുടെ പാത്രം ചൂടാക്കാം. പാത്രത്തിലേക്ക് നമ്മള് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് അപ്പൊ നമുക്ക് കുരുമുളക് ചതച്ചതും കടുകും കൂടിയിട്ട് ഇതിലിട്ട് കൊടുക്കാം. ഇത് നന്നായി പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് നമ്മുടെ സവാള അരച്ചു വെച്ചത് ഇട്ട് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. അപ്പൊ ഒരുപാട് നേരമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല, ഒരു 2 മിനിറ്റ് വഴറ്റാൽ മതി. അതായത് അതിന്റെ റോസ് സ്മെല്ലൊന്ന് പോയി കിട്ടാത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ടൊമാറ്റോ പുരി
ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച പുളിവെള്ളം, കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 5-8 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോ ഒരു 7-8 മിനിറ്റ് ആയിട്ടോ. ചെറുതായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ ഒരു 1/2 കപ്പാണ് വെള്ളം ഒഴിച്ചത് കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഉപ്പുണ്ടോന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് ഇത് അടച്ചു വെച്ച് ഒന്നുകൂടി വേവിക്കാം. എന്നുവെച്ചാൽ വഴുതനങ്ങ ആ ഒരു ഹാഫ് കുക്കഡ് ആയിട്ടുള്ള ഒരു 3-4 മിനിറ്റ് കൂടി ആയിക്കഴിഞ്ഞാൽ ഇതിൽ കിടന്ന് നന്നായിട്ട് വെന്തോളും. അപ്പൊ നമ്മുടെ വഴുതനങ്ങയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തു. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ അങ്ങോട്ട് വെറ്റി നല്ല കുറുകി, നല്ല കണ്ടാൽ തന്നെ അറിയാതെ നല്ല സൂപ്പർ ഒരു ഡിഷ് തന്നെയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മല്ലിയില കുറച്ച് നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഡിഷ് തന്നെയാണ് ഈ വഴുതനങ്ങയുടെ ഈ റെസിപ്പി കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് പുതിയ ഒരു ഡിഷായിട്ട് കാണാം. ബൈ.